മാനോ എവിടേക്ക് പോണേ? ഞാൻ പീടിയിലേട്ട് പോണത്. അല്ല എന്റെ അടുത്ത് പൈസ ഉണ്ടല്ലോ, 100 റുപ്യ എനിക്ക് കൊണ്ട. അതെ, എനിക്ക് പീടിയിലൊക്കെ ഒന്ന് പോണം. അങ്ങാടിയിലൊക്കെ പോയിട്ട് ഒരു പാട് ദിവസമായിക്കണേ. ഇവിടെ ചായൊക്കെ കുടിച്ചിട്ട് കൊറേ ദിവസമായി. ഉണ്ടെങ്കിൽ കൊണ്ടാ 100 റുപ്യ എനിക്ക്. ഇവിടെ വേണ്ടത് ഇഷ്ടം പോലെ ഉണ്ടാക്കണില്ലേ, ചായയും കടിയും ഒക്കെ ഇവിടെ ഇല്ലേ. പിന്നെ എന്തിനാ പീടിയ ചായന്റെ ആവശ്യം? ഇവിടെ തന്നെ ഓളോട് പറഞ്ഞ ഓളെന്താ വെച്ചാ വേണ്ട ഉണ്ടാക്കി തരൂലേ. പിന്നെ എന്തിനാ പീടിക്ക് പോകേണ്ട ആവശ്യം? നിങ്ങളൊക്കെ വലിയ പൈസക്കാരായി പോയി. ഒരു കാലത്ത് നിങ്ങളടുത്ത് 10 റുപ്യ ഇല്ലാതെ നടന്ന കാലം നിങ്ങൾ മറക്കരുത്. എൻ്റെ അടുത്ത് പൈസ ഇല്ലാന്ന് നിങ്ങൾക്കൊന്നും ഒരു പൈസൻ്റെ ഒരു ബുദ്ധിമുട്ട് ഇവിടെ മനസ്സിലായിട്ടുണ്ടാവില്ല. ഇപ്പൊ ഞാനൊരു 100 റുപ്യ ചോദിച്ചു നിങ്ങളെ അടുത്ത് തരാനില്ല. നിങ്ങളെ ഒരു പൈസ ഇല്ലാതെ നടന്ന കാലം ഉണ്ടായിരുന്നു, അതും കൂടി നിങ്ങൾ ഓർക്കണം. ഇപ്പൊ എനിക്ക് പണി തരുന്നില്ലാതെ ഇരിക്കുന്നതുകൊണ്ടാണ് നിങ്ങളോട് ചോദിച്ചത്. നിങ്ങളെ പൈസന്റെ കാര്യമല്ല, നിങ്ങൾ ഇവിടെ പോയിട്ട് കജ്ജും കാലം വീണിട്ട് കജ്ജും കാലം കേടുതന്നെ. ഇവിടെ വേണ്ട സാധനം ഫുള്ള് കേടുവരില്ല. ഇപ്പൊ എനിക്ക് ഒരു കുഴപ്പമില്ല, നടക്കുന്നൊന്നും കുഴപ്പമില്ല. നിങ്ങൾക്കിപ്പോ ചായ അല്ലേ വേണ്ടേ? പീടിയത്തെ ചായ തന്നെ കുടിച്ചോളം നിർബന്ധമൊന്നുമില്ല. പീടിയത്തെ ചായ നമ്മള് ചെറുപ്പം വൽക്കേനെ പീടിയ ചായ ഒക്കെ കുടിച്ച് ഞാൻ വളർന്നാണേ. ഇപ്പൊ പേടിയത്തേക്ക് നല്ല കാത്തക്കലല്ല. അപ്പൊ നമ്മളെ ചങ്ങായിമാരൊക്കെ ഒന്ന് കാണാൻ പീടിയിലൊക്കെ പോയി, നമ്മളെ പ്രായക്കാരുണ്ടാവുമല്ലോ ഇപ്പൊ അവിടെ, അവരൊക്കെ ഒന്ന് പോയി കാണാം. പിന്നെ പീടിക എല്ലാവരും കൂടെ ഒന്ന് ചായ ഒക്കെ കുടിച്ച് ഒന്ന് വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ ഇടക്കൊക്കെ ഒന്ന് അങ്ങാടി കഴിഞ്ഞാൽ നല്ലതല്ലേ. ഈ പെരിയിൽ ഇങ്ങനെ കോയിനെ പൊറ്റുന്ന വെച്ചാൽ ഇങ്ങനത്തെ വല്ല കാര്യം ഉണ്ടോ? നിങ്ങക്ക് വേണ്ടത് എന്താ വെച്ചാൽ അമ്മാനോട് പറഞ്ഞ അമ്മ ഉണ്ടാക്കി തരും. എന്റെ അടുത്ത് ഇപ്പൊ പൈസ തരാനൊന്നുമില്ല. ഇരിക്കട്ടെ. എന്തൊക്കെ പോന്നു? ഞാൻ കുടിയിരിക്കല് പറയാൻ വേണ്ടി പോന്നാ. കുടിയിരിക്കലോ? എന്നാ കുടിയിരിക്കല്? എന്നെ ഞായറാഴ്ച. ഞായറാഴ്ച നേരത്തെ ഞങ്ങള് വരാം. ഇറങ്ങട്ടെന്നാല്. അല്ല ചായ വെള്ളം കുടിച്ചിട്ട് പോകാല്ല. ഇക്കഞ്ഞ് മാറി കുറെ വീട്ടിൽ കയറാണ്ട്. ആണോ? അപ്പൊക്കെ സുഖം തന്നെ? ആ സുഖം തന്നെ, വീട്ടിലൊക്കെ സുഖം തന്നെ. നമ്മളെ അന്വേഷണം പറയണ്ടോ? ആ ഇൻഷാ അല്ലാഹ് അന്വേഷണം പറയാം. ഞാൻ പോട്ടെന്നാല്. ആയിക്കോട്ടെ, ഞായറാഴ്ച എല്ലാവരും വരിട്ടോ. വരി, ഞാൻ നേരത്തെ വരാട്ടോ. ഓക്കെ ആയിക്കോട്ടെ. അല്ല മനസ്സാ, നിങ്ങൾ കൊറേ നേരമല്ല ഈ വെയിലും കൊണ്ടുപോകാണ്ട് ഇവിടെ പണിയെടുക്കണം. അവസ്ഥണ്ട് ഞാൻ കഞ്ഞി വടുക്കണേല് വളമ്പി വെച്ചിട്ട് അത് വന്ന് കുടിച്ചോളി. ഇതൊക്കെ കൂട്ടാന് ചേമ്പുന്താളും ഉണക്കലയും പൊരിച്ചതും ഉണ്ട് അവിടെ വടുക്കണേല് വളമ്പി വെച്ചിട്ട്. എന്നിട്ടാണ് നിങ്ങളെ ഈ വിളിച്ചാൻ വന്നേക്കണേ. എന്നിട്ട് ഇനി ആ കുടിച്ചിട്ട് പണിയെടുക്കാം. അങ്ങോട്ട് വരി, കുറച്ച് കഞ്ഞി വരി. ആ അല്ല മനസ്സാ, ഇന്നല്ല കുടിയിരിക്കല് പറഞ്ഞത്. ഇന്നാ കുടിയിരിക്കൽ ഇറങ്ങണ്ടേ? നിങ്ങളോടല്ലേ പറഞ്ഞത്? ഇന്നാണ് തോന്നുന്നുണ്ട്. ഇതൊരു കാര്യം ചേച്ചി, എന്റെ കുപ്പായന്റെ അടുത്താ, ഞാൻ ഒന്ന് പോയി നോക്കട്ടെ. അപ്പൊ നിങ്ങക്ക് കഞ്ഞി വേണ്ടേ? നേരത്തെ ഇത്ര കഞ്ഞിക്ക് കൂട്ടാച്ച് പറഞ്ഞിന്. ഉണക്കമീനും പിന്നെ ചേമ്പ് താളിച്ചോ. ആർക്ക് വേണം എന്റെ ഉണക്കലീനും താളിച്ചൊക്കെ ഇവിടെ? ഞാൻ ബിരിയാണി ഞാൻ പോകുന്നത്, നല്ല 1ാം നമ്പർ ബിരിയാണി ഉണ്ടല്ലോ, അത് ഞാൻ പോകല്ലേ. എന്റെ കഞ്ഞി ആർക്ക് വേണം? ഈ ഉണക്ക കഞ്ഞി രണ്ടും കൂടി കൊണ്ടുപോകുന്നേ. അവിടെ പിടിയൊന്നും നിക്കണ്ട, എപ്പം പോയി പോയി. ആ ഞാൻ പോയി തരാം. എവിടക്ക പോണ്? ഞാൻ ആ കുഞ്ഞോന്റെ കുടിയിരിക്കലിന് പോവാണ്. കുഞ്ഞോന്റെ കുടിയിരിക്കലോ? ഇന്നലെ കുടിയിരിക്കലോ എന്റെ? അത് കഴിഞ്ഞ ഞായറാഴ്ച കഴിഞ്ഞിക്കണല്ലോ. കഴിഞ്ഞ ഞായറാഴ്ച കഴിഞ്ഞ? ആ നിങ്ങള് എന്തിനാ ഈ വെയിലും കൊണ്ട് കാണും? പോരി കുടിക്ക് പോരിട്ടോ. ഞാൻ ഈ ഞായറാഴ്ച എടുക്കാണല്ലോ. ആ അങ്ങോട്ട് പോരെ. സോനെ കഞ്ഞും കൂടി കുടിച്ചാതാണല്ലേ ഞാൻ പോകുന്നത്. കുടി പോയി കഞ്ഞി കുടിച്ചോളി. അല്ല മനസ്സാ, നിങ്ങൾ കുടിയിരിക്കലിന് പോയിട്ട് പാണ്ട് എത്തിയിട്ടില്ലല്ലോ, അപ്പൊ ഇങ്ങോട്ട് തിരിച്ചു വന്നു. എന്തേ? പൊന്നാറ് പറഞ്ഞാളെ കഴിഞ്ഞ ഞായറാഴ്ച എന്റെ കുടിയിരിക്കല്. ഞാൻ വെറുതെ വെയിലും കൊണ്ട് കണ്ട് പോയതാണ്. കഞ്ഞി എടുത്താ? കഞ്ഞി ഞാന് പിന്നെ ഇതിന്റെ വെള്ളത്തിൽ വെച്ചല്ലോ. താൾകൂട്ടാൻ എടുക്കേ? താൾകൂട്ടാൻ ഞാൻ തിന്നും ചെയ്തു. അത് കഴിഞ്ഞ കഞ്ഞി പച്ചിന്റെ വെള്ളത്തിൽ വെച്ചു, താൾകൂട്ടാൻ ഞാൻ തിന്നും ചെയ്തു. എനിക്കറിയോ നിങ്ങളിപ്പോ കുടിയിരിക്കലിന് പോയാൽ നിങ്ങള് ഒന്നും ഇല്ലാതെ കണ്ടു വരുന്നത് എനിക്കറിയോ. എന്നിട്ട് എന്റെ ദന്തലേക്ക് ആടുക.